അപ്പോൾ നമ്മളിന്നൊരു ഹോസ്പിറ്റൽ വരെ പോകാൻ കേട്ടോ. ഹോസ്പിറ്റലിൽ പോകുന്നത് വേറെ ഒന്നിനല്ല, ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു എക്സാമിന് ലീവ് എടുത്തു. അപ്പോൾ പിന്നെ എക്സാം എഴുതണമെങ്കിൽ ഒന്നില്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പിന്നെ 500 റുപ്പീസ് ഫൈൻ അടയ്ക്കണം കേട്ടോ. അതുകൊണ്ട് ആദ്യം ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അവിടെ രാവിലെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വന്ന് ടോക്കണൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് 5 മണിക്ക് വന്നിട്ട് നമുക്ക് 6 മണിക്ക് കേട്ടോ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടിയേ. ഇരുന്നിരുന്ന അവസാനം തലവേദന വരെ എടുക്കാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ. ആദ്യം പ്ലേറ്റ് വന്നു, പിന്നെ എൻ്റെ മന്തി വന്നു, പിന്നെ അമ്മ ബീഫ് ബിരിയാണി കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് ഇപ്പോഴും മന്തി ഇഷ്ടമല്ല, എന്താണെന്നറിയില്ല, അമ്മ മന്തി കഴിക്കുകയില്ല. അത് കഴിഞ്ഞ് എൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. പിന്നെ അമ്മയ്ക്കൊരു ടെൻഡർ കോക്കനട്ട് ജ്യൂസും എനിക്കൊരു ഫലൂദയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മന്തി എന്തായാലും ഫിനിഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ ഫലൂദയ്ക്ക് പോയി. ശരിക്കും പറഞ്ഞാൽ ഒരു ക്വാർട്ടർ മന്തി ഫുൾ കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് ഫുള്ളായിട്ടോ. പക്ഷെ ഞാൻ അത് പറയുകയും ചെയ്തു. അമ്മ അപ്പുറത്തിരുന്ന് എന്നെ കണ്ണൂരിട്ട് പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞത് കുടിക്കില്ല, വേണ്ടെന്ന്. പക്ഷെ എങ്ങനെയൊക്കെയും ഞാനത് മൊത്തം ഫിനിഷ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പാദസരം പൊട്ടിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ അത് വാങ്ങാൻ പോയി. അതും കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകും കേട്ടോ. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ സ്നാക്സ് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി ഒരു ബേക്കറി കയറി. എനിക്കും പിന്നെ എൻ്റെ ഫ്രണ്ട് ഇത്തവണ നാട്ടിൽ പോയിട്ടില്ല, അപ്പോൾ അവൾക്കും കൂടെ ഉള്ളത് വാങ്ങിയിട്ടു. ഞാൻ അവളോട് എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്നാക്സ് എന്തായാലും മതി എന്നാട്ടോ പറഞ്ഞത്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് നേരെ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പം ഇത്രേ ഉള്ളൂ, ബൈ.